ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖല്ലേ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ ഇതുപോലെ കടച്ചക്ക കൊണ്ട് ഒന്ന് കറി വെച്ച് നോക്ക്, നല്ല രുചിയാണ്, ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പൊ അതുപോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തൊലി ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കിട്ടാന്. അപ്പൊ അതൊക്കെ തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ നടുവിലത്തെ ഒരു ഇതുണ്ട്, അതൊന്ന് ചെത്തിയിട്ട് അതും കളഞ്ഞെടുക്കണം. എന്നിട്ടാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തില്. എന്നിട്ട് നമ്മള് അതൊന്ന് കറി വെക്കാനായിട്ട് ഇനി നമ്മൾ ഒരു മൺചട്ടിയാണ് ചവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്വല്പം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത ശേഷം കുറച്ച് ചുവന്നുള്ളിയാണ്, അതായത് ചെറിയ ഉള്ളി, അതരിഞ്ഞിട്ട് അതും നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ചെറുതായി ഒന്ന് മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സ്വല്പം വേപ്പിന്റെ ഇലയാണ്, അതായത് 2 തണ്ടോളം വേപ്പിന്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂണ് മുളകും പൊടി, എരിവുള്ളത് തന്നെ, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അധികം കൂടണ്ട ഗരം മസാലപ്പൊടി, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ കടച്ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. അധികമൊന്നും വേണ്ട, ചെറുതായിട്ടൊരു പുളി ഉള്ളൊരു ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി തന്നെ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേവാനുള്ള വെള്ളം ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതൊരു 1/4 ഭാഗം വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. മൂടി വെച്ച് കൊടുത്ത് ഒന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ചെറുതായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മൂടി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങ, ഒരു മുറി തേങ്ങയാണ്, പിന്നെ ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 തണ്ടോളം വേപ്പിന്റെ ഇല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫുള്ളായിട്ട് ബ്രൗൺ കളർ ആവണ്ട, 1/4 ഭാഗം ബ്രൗൺ കളർ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ കറി അപ്പുറത്തെ സ്റ്റവിന്റെ മേൽക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഗ്യാസിന്റെ. അപ്പൊ അതൊന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പൊ വെള്ളമൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തേങ്ങൊക്കെ ഒരു ബ്രൗൺ കളർ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂണ് തന്നെ എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിലിട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന്റെ കൂടെ, തേങ്ങയുടെ കൂടെ തന്നെ. അപ്പൊ അതെല്ലാം നന്നായിട്ട് ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ട്, തേങ്ങയും മുളകൊക്കെ കൂടെ. എന്നിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറില് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പൊ അതില് വെള്ളം ഒരു സ്വല്പമുള്ളൂ, ബാക്കിയൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറില് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാല് മല്ലി മുളകൊക്കെ ഇട്ട കാരണം കൊണ്ട് ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടണം കറി. ഇനി നമ്മള് ഒരു സ്വല്പം കൂടെ ഉപ്പിന്റെ കുറവുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട്
ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ കറി എടുത്തിട്ടുള്ളത്. ഇനി അത് ഒന്ന് തിളച്ച് വറ്റണം ചെറുതായിട്ട്. അപ്പൊ ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്വല്പം, അതായത് ഒരു 5-6 കഷ്ണം കടച്ചക്കറിയിൽ നിന്ന് എടുത്ത് നന്നായി ഉടച്ച് ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ചേർത്ത് കൊടുത്താൽ കറിക്ക് കട്ടിയും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് അത് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കറിയൊക്കെ ഒന്ന് തിളച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിന്റെ കൂടെയും ചായയുടെ എന്താ കടി, ദോശയാണോ അല്ലെങ്കിൽ പത്തിരിയാണോ അങ്ങനൊക്കെ ഉണ്ടാക്കിയാൽ അതിലേക്കും കൂട്ടാൻ നല്ല ഒരു കറിയാണ്. എന്താ വെച്ചാല് മസാലപ്പൊടിയും അതുപോലെ ഗരം മസാല ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഗരം മസാല കൂടുതൽ ആവരുത്, സ്വല്പമാണ് പാടുള്ളൂ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല രുചിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയ ശേഷം നമുക്ക് കമന്റ് അറിയിക്കുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.